മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ ജി സുധാകരനെ അനുനയിപ്പിക്കാൻ CPIM പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണം എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടു. നിലപാടിൽ മാറ്റമില്ല എന്നാണ് ജി സുധാകരൻ അറിയിക്കുന്നത്. പരിഹാസചിരിയോടെ ജി സുധാകരനെ പരിഗണിക്കുന്നില്ല എന്ന MV ഗോവിന്ദന്റെ പ്രതികരണമാണ് ജി സുധാകരനെ ചൊടിപ്പിച്ചത്. ജി സുധാകരന്റെ സമ്മർദ്ദം പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് മുതിർന്ന നേതാക്കൾ തന്നെ സമവായത്തിനിറങ്ങിയത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും ജി സുധാകരനെ ഫോണിൽ വിളിച്ച് അനുരഞ്ജന ചർച്ച നടത്തി. പരിഹസിച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ വിശദീകരിച്ചു. ജി സുധാകരൻ പാർട്ടിക്കെതിരായി ഒന്നും ചെയ്യില്ല എന്ന് ജനറൽ സെക്രട്ടറി MA ബേബി. അദ്ദേഹത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ പ്രയാസമുണ്ടാക്കുന്ന യാതൊരു തരത്തിലുള്ള മോശമായ കാര്യങ്ങളും ഉണ്ടാവില്ല. പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുത്ത H. സലാം സുധാകരൻ തലയെടുപ്പുള്ള നേതാവാണെന്നും മഹത്വം കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യില്ലെന്നും വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. പെട്ടെന്ന് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നേരെ അങ്ങോട്ട് UDF അയക്കാമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെയൊന്നും പോകുന്ന ഒരു ആളല്ല അദ്ദേഹം. അത്രയും മൂല്യമുള്ള ആളും അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ആളുമാണ്. എന്നാൽ കല്ലേ പിളർക്കുന്ന നിലപാടിൽ തുടരാനാണ് സുധാകരന്റെ തീരുമാനം. CPIMുമായി ഇടഞ്ഞതോടെ സുധാകരൻ കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഇതോടെ സുധാകരനെ ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. സുധാകരനും CPIMനും ഇടയിലുള്ളത് ആഭ്യന്തര പ്രശ്നമാണെന്നും നടക്കാനിരുന്നത് കാത്തിരുന്ന് കാണാമെന്നും KC വേണുഗോപാൽ MP. സുധാകരനും പാർട്ടിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് അവരുടെ ആഭ്യന്തര കാര്യം, നോക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണെന്നുള്ളത്. സുധാകരൻ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹവുമായി നല്ല ബന്ധമാണുള്ളതെന്നും CPIM ശിഥിലീകരണം നേരിടുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങൾ എല്ലാവരുമായിട്ടും വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാൻ നിരന്തരമായി അദ്ദേഹത്തെ അവിടെ സംസാരിക്കുന്ന ഒരാളാണ്. വലിയ ബഹുമാനവും ആദരവുമുള്ള ഒരാളാണ്. CPM ശിഥിലീകരണം നേരിടുക, ശിഥിലീകരിക്കപ്പെടുക LDF. ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായതോടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ തിരുവനന്തപുരത്തെത്തി മുതിർന്ന പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി. 7-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ ജില്ലയിൽ വരാനിരിക്കെയാണ് സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ന്യൂസ് മലയാളം, ആലപ്പുഴ.